Hello, good evening. So, welcome to another video. So, episode 12 we reached, right? സോ നമ്മൾ ഇതുവരെ എത്തിയതിൽ സന്തോഷം. സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മാർക്കറ്റിലുള്ള കുറച്ച് ടെക്നിക്കലി നമ്മൾ കുറച്ച് പേര് ഉപയോഗിച്ചിട്ടും നമ്മൾ യൂട്യൂബ് ത്രൂ നമ്മൾ പല റിസോഴ്സസ് ത്രൂ നമ്മൾ അറിഞ്ഞിട്ടോ കേട്ടിട്ടോ ഉള്ള കാര്യമായിരിക്കാം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് കാണിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു ബൈക്കിൽ ഇൻഡിക്കേറ്റർ ഇടുന്നത് എന്തിനാണ്? നമ്മൾ ജസ്റ്റ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ തിരിയാനാണ് നമ്മൾ വെഹിക്കിൾസിൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ കാര്യം ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് ടു ഇൻഡിക്കേറ്റ്, അതായത് ബാക്കിയുള്ളവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് എന്ത് നമ്മൾ അങ്ങോട്ട് തിരിയാൻ പോകണം അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് തിരിയാൻ പോകണം എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ മാർക്കറ്റിൽ എന്തുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞതിന് ചെറിയ രീതിയിലൊരു പ്രസക്തി ഉണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ അത് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് പ്രോഫിറ്റബിൾ ആവുന്നുണ്ട്. ഇറ്റ്സ് ദെയർ സൈഡ്. അത് ഓരോരുത്തരും ചെയ്ത് നോക്കി അവർക്കത് ബെനിഫിഷ്യൽ ആണോ അല്ലെങ്കിൽ അവർക്കത് വർക്കിംഗ് ആണോ അവർക്കതായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടോ എന്ന് ഓരോരുത്തരും ചെയ്ത് നോക്കി മനസ്സിലായേ അവർക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ എന്ത് ദാറ്റ് ഈസ് ദെയർ കപ്പ് ഓഫ് കോഫി, ഓർ അത് അവർക്ക് വർക്കൗട്ട് ആവുന്നൊരു സിസ്റ്റമാണ് എന്നുള്ളത്. ഓക്കെ, ബട്ട് അക്കോർഡിംഗ് ടു മൈ പെർസ്പെക്റ്റീവ് ഓർ അക്കോർഡിംഗ് ടു മൈ പോയിൻ്റ് ഓഫ് വ്യൂ, ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു പ്രൈസ് ഫോർമുലേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് കാണിക്കുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നത് അക്കോർഡിംഗ് ടു മാർക്കറ്റ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റിൽ കാണിക്കുന്നതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. നമുക്ക് നിങ്ങൾ ഇവിടുന്ന് ബൈ ചെയ്യൂ, നിങ്ങൾ അവിടുന്ന് സെൽ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്ന ഇൻഡിക്കേഷൻസ് കാണിച്ചു തരുന്ന കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ബട്ട് അക്കോർഡിംഗ് ടു മൈ ബിലീഫ് ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. ബിക്കോസ് അവരെന്താ കാണിക്കുന്നത് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ എത്തിയതിന് ശേഷമാണ് അവർ പറയുന്നത് എന്ത്, ചിലപ്പോൾ അവിടുന്ന് മൂവ്മെൻറ്റ് നടന്നു പോയിട്ടുണ്ടാവും. ആ മൂവ്മെൻറ്റ് നടക്കുമ്പോഴായിരിക്കും അവിടെ ബൈ കാണിക്കുന്നത്, സെല്ല് കാണിക്കുന്നത്. ഓക്കെ, പക്ഷേ എന്നാൽ കൂടിയിട്ട് നമുക്ക് ഒന്നും കൂടെ കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സൈഡ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇപ്പോൾ സപ്പോസ് മാർക്കറ്റ് ഒരു പ്രൈസിൽ നിന്നൊരു പ്രൈസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക, താഴോട്ട് വന്നു, ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലോട്ട് വന്നു. ഓക്കെ, ഡിസ്കൗണ്ടഡ് പ്രൈസിലോട്ട് വന്നിട്ട് അവിടുന്ന് ചെറിയൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ്, അതായത് കുറച്ച് അപ് ട്രെൻഡിലോട്ട് മൂവ്മെൻറ്റ് കാണിക്കുമ്പോഴായിരിക്കും ഇൻഡിക്കേറ്റർ എന്ത് കാണിക്കുക, ഒരു ബൈ അവിടെ കാണിക്കുക, ബൈൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുക. വിച്ച് ഇസ് നോട്ട് പ്യുവർലി വാട്ട് യൂസ്ലെസ് ഫോർ എസ്, റൈറ്റ്? മൂവ്മെൻറ്റ് നടന്നതിന് ശേഷം നമുക്കത് കാണിച്ചു തന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? വി നീഡ് ദ എക്സാക്ട് പോയിൻറ്റ്സ് വിച്ച് ഇസ് നോട്ട് പോസിബിൾ ബൈ എൻ ഇൻഡിക്കേറ്റർ, ഫോർ വിച്ച് യു ഹാവ് ടു സ്റ്റഡി വാട്ട് ഈസ് ദ മാർക്കറ്റ്, ഹൗ ദ മൂവ്മെൻറ്റ് ഈസ് ഹാപ്പനിങ്, വാട്ട് ഈസ് ബിഹൈൻഡ് ദ സീൻസ്. എല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പ്രയറായിട്ട് തന്നെ. സോ വച്ചിൽ നമുക്കിവിടെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഉപയോഗിച്ചിട്ട് റിസൾട്ടും ഉണ്ടായിട്ടുള്ള കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സോ ആ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോട്ട് എൻകറേജിങ് യു ടു ഗോ ഫോർ ഇൻഡിക്കേറ്റേഴ്സ്, ബട്ട് ടു ഹാവ് എ നോളജ് അബൌട്ട് ഇറ്റ് ഐ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദോസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം മൂവിങ് ആവറേജ്. ഓക്കെ, മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഡിക്കേറ്റർ ഉണ്ട്, വിച്ച് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ് ഇൻഡിക്കേറ്ററാണ്. Okay, it is just like a line on the chart that shows the average price over the last few candles. അതായത് ഈ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ പേര് ഡിനോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഓവർ എ പീരീഡ് ഓഫ് ടൈമിലുള്ള ഒരു ആവറേജ് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് എന്തെന്ന് പറയുന്നത് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ. അതായത് കുറച്ച് ഫ്യൂ ക്യാൻഡിൽസ്, ഇപ്പോൾ 10 ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ 10. സോ 10 ക്യാൻഡിൽസിൻ്റെ ആവറേജ് എടുത്തിട്ട് നമുക്ക് പറഞ്ഞുതരും ഇതാണെന്നുള്ളത്. അതൊന്ന് ഞാൻ എക്സാമ്പിളായിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചോളൂ. സപ്പോസ് ഇതൊരു റോഡാണെന്ന്, ഓക്കെ, നമ്മുടെ മാർക്കറ്റ് ഒരു റോഡാണെന്ന് വിളിച്ചോ. തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ദിസ്. ഇമാജിൻ പ്രൈസ് എന്ന് പറയുന്നത് ഒരു സിഗ്സാഗ് റോഡാണെന്ന് വിചാരിക്കുക. ഓക്കെ, പ്രൈസ് എന്താണ്, ഒരു സിഗ്സാഗ് റോഡാണ്. സോ അവിടെ MA അഥവാ മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്മൂത്ത് പേവ്ഡ് പ്രോപ്പർ റോഡായിരിക്കും. അതാണ് നമുക്ക് എന്ത് കാണിച്ചു തരുന്നത്, മൂവിങ് ആവറേജ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പ്രൈസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം. മാർക്കറ്റിങ്ങിന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, കുറേ ക്യാൻഡിൽസുകൾ ഫോം ചെയ്യുന്നു. നമ്മൾ ക്യാൻഡിൽ സിക്സിനൊക്കെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സോ ക്യാൻഡിൽ സിക്സ് ഒക്കെ ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മൂവിങ് ആവറേജ് അപ്പോൾ അവിടെ എന്ത് കാണിക്കും, ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസിനെ കൺസിഡർ ചെയ്തിട്ട് അവിടെ ഒരു ആവറേജ് വാല്യൂ കാണിച്ചു തരും. ജസ്റ്റ് ലൈക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിഗ്സാഗ് റോഡാണ്. മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്മൂത്ത് പേവ്ഡ് റോഡാണ്. ഒന്നും കൂടി ഒരു പ്രോപ്പർ കൺഫർമേഷൻ
സോറി, അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഒരു ക്ലിയർ കട്ട് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് മൂവിങ് ആവറേജിന് സാധിക്കുന്നതായിരിക്കും. സോ ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് അബൌട്ട് എവറി സ്മോൾ അപ്പ് ആൻഡ് ഡൗൺ വിച്ച് ഇസ് കോസ്ഡ് ബൈ ദ ക്യാൻഡിൽ മൂവ്മെൻറ്റ്, അതായത് എവറി സ്മോൾ ആയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും കൺഫ്യൂസ് ആവാതിരിക്കുക. അതിന് ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാൻ പറ്റും. ഈ മൂവിങ് ആവറേജ് ജനറലി എന്തൊക്കെയാണ് കാണിക്കുന്നത് വെച്ചാൽ, ഈസ് ദ പ്രൈസ് ഗോയിങ് അപ്പ് ഓർ ഡൗൺ ഓർ നോട്ട് മൂവിങ് മച്ച്, അതായത് പ്രൈസ് അപ്പാണോ പോകുന്നത് അല്ലെങ്കിൽ ഡൗൺ ആണോ പോകുന്നത് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ലെവലിലാണോ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ ആർക്ക് കാണിച്ചു തരാൻ പറ്റും? ഈ മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിന് കാണിച്ചു തരാൻ ഒന്നും കൂടെ എളുപ്പത്തിൽ പോസിബിളാണ്. അതുകൊണ്ടാണ് കുറച്ച് പേര് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും ട്രേഡ് ചെയ്യുന്നതും. ഓക്കെ, ഇനി ഇത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും നമുക്കൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഐ എം ട്രൈങ് ടു എക്സ്പ്ലെയിൻ വൺ ബൈ വൺ ഇൻഡിക്കേറ്റർ which is commonly used, okay, not by me but commonly used by some. Okay, ഇനി നമുക്കത് how does it work, let's go deep into it. How does it work? അതായത് let's say one example, let's say 10 MA, അതായത് മൂവിങ് ആവറേജ് 10 മൂവിങ് ആവറേജ്. 10 എന്ന് പറയുമ്പോൾ 10 ക്യാൻഡിൽസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സോ അവിടെ നമ്മൾ 10 MA എന്ന് പറഞ്ഞതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? സോറി, ഇറ്റ് ടേക്സ് എ വാട്ട് ആവറേജ് ആയിട്ടുള്ള 10 ക്യാൻഡിൽസ് അവിടെ എടുക്കും. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ അപ്പോൾ അവിടെ ആവറേജ് ആയിട്ടുള്ള 10 ക്യാൻഡിൽസ് ചൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ചൂസ് ചെയ്ത 10 ക്യാൻഡിൽസിൽ നിന്ന് എന്ത് ചെയ്യും? ഫൈൻഡ് ദ ആവറേജ് പ്രൈസ്. ഓക്കെ, അതായത് 10 MA എന്ന് പറഞ്ഞ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്റർ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് വാല്യൂസ് സെലക്ട് ചെയ്യാൻ പറ്റും. 10 ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് ദ ആവറേജ് 10 ക്യാൻഡിൽസ്. ആ 10 ക്യാൻഡിൽ നിന്ന് എന്ത് ചൂസ് ചെയ്യും? അത് എന്ത് ഫൈൻഡ് ചെയ്യും? ആ 10 ക്യാൻഡിലിൻ്റെ ഒരു ആവറേജ് പ്രൈസ് എന്ത് ചെയ്യും? ചൂസ് ചെയ്യും. എന്നിട്ട് ഇറ്റ് ഡ്രോസ് എ പോയിൻ്റ്. ഓക്കെ, ദെൻ വാട്ട് ഹാപ്പൻസ് വെൻ എ ന്യൂ ക്യാൻഡിൽ കംസ്, അങ്ങനെ അതായത് പിന്നെ അതിനുശേഷം പുതിയൊരു ക്യാൻഡിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ന്യൂ ക്യാൻഡിൽ കംസ്, ആവറേജ് വീണ്ടും എന്താവും? അപ്ഡേറ്റ് ആവും. ദെൻ ദ ലൈൻ കീപ്സ് ഓൺ മൂവിങ്, ലൈൻ മൂവ്സ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു MA എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ ഒരു ടൂള് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്, സോ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? ഇവിടെ മൂവിങ് ആവറേജ് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ സിമ്പിൾ മൂവിങ് ആവറേജ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഉടനെ നമുക്ക് എന്ത് ചെയ്യും? ചാർട്ടിൽ ഇതൊരു വിസിബിളായിട്ട് വരുന്നതായിരിക്കും. സി, ഇവിടെ നമുക്ക് കാണാൻ എന്താണ്? ചാർട്ടിൽ അത് പ്രോപ്പറായിട്ട് ആ ലൈൻസ് വിസിബിളായി വന്നിട്ടുണ്ട്, നേരത്തെ കാണിച്ചിരുന്ന പിക്ചറിൽ പോലെ തന്നെ. സോ ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ നിങ്ങൾക്ക് വേണ്ട ലെങ്ത്ത് കൊടുത്താൽ മതി. 20 ബൈ ഡിഫോൾട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ യു ക്യാൻ ഇംപ്ലിമെൻറ്റ് ആൻ SMA ഓർ EMA. ഓക്കെ, നമ്മൾ ഇതെങ്ങനെ ട്രേഡിംഗ് വ്യൂവിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഇതെന്താണ് സംഭവം, ഇതെങ്ങനെ സെറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എങ്ങനെ ഇത് ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൂടിയിട്ട് നമുക്കിതെങ്ങനെ ഇതിൽ നിന്ന് ട്രേഡിംഗ് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൂടെ നമുക്ക് എന്താക്കാം? നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഞാൻ 2 ഇൻഡിക്കേറ്റേഴ്സ് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതെന്താണ്? ഒന്ന് SMA 20 ആണ്, ഒന്ന് SMA 50 നിങ്ങൾക്ക് കാണാം. സോ ഞാൻ ഒന്ന് വിസിബിൾ ആക്കുകയാണ്. സോ അതിൽ സെറ്റിങ്സിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഞാനിവിടെ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ലെങ്ത്ത് ഞാൻ 20 കൊടുത്തിട്ടുണ്ട്. സോ അതവിടെ വിസിബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം SMA 50 ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. സെറ്റിങ്സ് ഞാൻ എന്ത് ചെയ്യുന്നു? കളർ ഞാൻ റെഡാണ് കൊടുത്തത്, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ബോത്ത് ടു ബി സെയിം. ആൻഡ് ഇൻപുട്സിൽ എന്ത് ചെയ്തു? 50 കൊടുത്തിട്ടുണ്ട്. സോ ഒന്ന് SMA 50 ആണ്, ഒന്ന് SMA 20 ആണ്. സോ നമുക്കിവിടെ SMA 20 എന്ന് പറയുമ്പോൾ ബ്ലൂ ആണ്, SMA 50 എന്ന് പറയുമ്പോൾ റെഡാണ്. സോ SMA 20 SMA 20 ബിലോയിൽ നിന്ന്, അതായത് താഴെ നിന്ന് SMT 50യുടെ മുകളിൽ ക്രോസ് ചെയ്യുകയാണ്. SMT 50 ക്രോസ് ഓവർ എന്ന് പറയും ഇതിനെ. സോ
ക്രോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് അതിൽ എവിടെ നിന്നാണോ റീടെസ്റ്റ് കിട്ടുന്നത് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാവുന്നതാണ്? വി ക്യാൻ ലുക്ക് ഫോർ എ ബൈ ഫ്രം ദെയർ. നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ നോക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം എന്താണ് SMA 20 എവിടുന്നാണ് വന്നത്? മുകളിൽ നിന്ന് SMA 50യുടെ താഴോട്ടേക്ക് ക്രോസ് ചെയ്തതാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ റീടെസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടുന്ന് നമുക്ക് സെല്ലും നോക്കാവുന്നതാണ്. നമുക്ക് കാണാം അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. സോ ദിസ് ആർ നോട്ട് ജസ്റ്റ് ഇലൂഷൻസ്, വർക്കിംഗ് ആണ്. ബട്ട് എപ്പോഴും ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡുള്ള മാർക്കറ്റിലേക്ക്, നല്ല മൂവ്മെൻറ്റ്സ് ഉള്ള മാർക്കറ്റിൽ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓൾസോ ഡു യുവർ ഓൺ റിസർച്ച്. ബിക്കോസ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ലാഗ് ഇൻഡിക്കേറ്ററാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ. നമ്മളുടെ നോളജിൻ്റെ ഇൻവോൾവ്മെൻറ്റ്സ് കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പല മിസ്റ്റേക്സും വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ we can look for a trade, or how the trade is happening when it's considered according to what? SMA or EMA. അതായത് EMAയും SMAയും റെസ്പെക്റ്റീവായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയും ട്രേഡ്സ് സംഭവിക്കാനുള്ള ചാൻസസ് മാർക്കറ്റിലുണ്ട്. ഓക്കെ, സോ ഇതാണ് ട്രേഡിംഗ് സൈഡ് ഇൻഡിക്കേറ്റർ വെച്ച് നമ്മൾ നോക്കുമ്പോൾ, ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് ഒരു ബിഗിനർ ഇതെങ്ങനെ റീഡ് ചെയ്യണം? ഇപ്പോൾ സപ്പോസ് നമ്മളിൽ ഒരുപാട് ആൾക്കാർ എന്തായിരിക്കും ബിഗിനേഴ്സ് ആയിരിക്കും, റൈറ്റ്? സോ ഒരു ബിഗിനർ ഇതെങ്ങനെ വായിക്കണം അല്ലെങ്കിൽ ഇതെങ്ങനെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഓവർ ഹിയർ. പ്രൈസ് എബവ് MA, അതായത് നമുക്ക് മൂവിങ് ആവറേജ് തന്നിട്ടുണ്ട്. ഈ മൂവിങ് ആവറേജ് നമ്മൾ ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ആവറേജ് വാല്യൂ തരുന്നുണ്ടല്ലോ. അപ്പോൾ പ്രൈസ് മൂവിങ് ആവറേജിൻ്റെയും മുകളിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്താവും? ബുള്ളിഷ് ആവും, അഥവാ മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്. ഇനി ബിലോ MA ആണെങ്കിലോ മാർക്കറ്റ് എന്താവും? മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ബി ബിയറിഷ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. വേറെ കോംപ്ലക്സിറ്റി ഒന്നുമില്ല, അങ്ങനെ ജസ്റ്റ് കണ്ടാൽ മതി. പിന്നെ അതൊന്നും കൂടെ ലിറ്ററലി നമ്മൾ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഇൻ ആൻ അപ് ട്രെൻഡ്, അതായത് ഒരു അപ് ട്രെൻഡിൽ പ്രൈസ് എന്താ ചെയ്യാൻ പോകുന്നത്? പ്രൈസ് ഈസ് ട്രൈങ് ടു കം ഡൗൺ, പിന്നെ മൂവിങ് ആവറേജിൽ നിന്ന് വീണ്ടും തിരിച്ചു പോകും. അതായത് ഒരു അപ് ട്രെൻഡ് ആകുമ്പോൾ പ്രൈസ് മുകളിലോട്ട് പോയിട്ട് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞ ലൈനിൽ വന്ന് ടാപ്പ് ചെയ്യുന്നു, അതിൽ നേരെ വീണ്ടും തിരിച്ചു പോകുന്നു. പിന്നെ ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് മുകളിലോട്ട് പോകുന്നു, എന്നിട്ട് മൂവിങ് ആവറേജ് എന്ന് ആ ലൈനിൽ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും അത് എന്ത് ചെയ്യുന്നു? അത് താഴോട്ടേക്ക് പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് 2 ടൈപ്പ് ഓഫ് മൂവിങ് ആവറേജുകളുണ്ട്. SMA, പിന്നെ നമുക്ക് രണ്ടാമത് വരുന്നതാണ് EMA. SMA എന്ന് പറയുമ്പോൾ സിമ്പിൾ മൂവിങ് ആവറേജ്, EMA എന്ന് പറയുമ്പോൾ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. ഓക്കെ, SMA ഒന്നും കൂടെ എന്തായിരിക്കും? സ്മൂത്തർ ആയിരിക്കും, സ്ലോവർ ആയിരിക്കും. ലോങ് ടേം വ്യൂവിന് ഒന്നും കൂടെ റിലയബിൾ എന്താണ്? SMA ആണ്. എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറയുമ്പോൾ അത് വെരി ഫാസ്റ്ററാണ്, റിയാക്ട് ക്വിക്ക്ലി ടു പ്രൈസസ്. ഓക്കെ, സോ ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഒന്നും കൂടെ കോംപ്ലക്സിറ്റി കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ഫാർ ബെറ്റർ ഫോർ യു ടു ഗോ ഫോർ SMA ഇറ്റ്സെൽഫ്. ഒരു ബിഗിനർ സെറ്റപ്പിന് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 20 EMA എന്ന് പറഞ്ഞ പ്രൈസ് വാല്യൂ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സെറ്റിങ്സിൽ പോയിട്ട് 20 EMA ചൂസ് ചെയ്യുക. ഇപ്പോൾ 20 EMAയുടെ എബവ് ആണെങ്കിൽ ഗോ ഫോർ എ ബൈ, 20 EMAയുടെ ബിലോ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ സെൽ. Okay, so this is how moving average is working in the markets, and also you can see this in TradingView എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലോ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ കാണാവുന്നതാണ്, നേരത്തെ പറഞ്ഞതുപോലെ. So do your own research, try with demo accounts, see how it is working, then only go for execution in a live account. സോ നിങ്ങൾ കുറച്ച് കാലം ട്രൈ ചെയ്ത് നോക്കുക. ഒരു 3-4 മാസത്തോളം നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ട്രൈ ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? നമ്മൾ അതിൻ്റെ ട്രേഡ്സിലോട്ട് പോവുക. എന്തൊക്കെ പറഞ്ഞാലും ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ്ലി ട്രേഡ്സ് പോകരുത്. നമ്മൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ സെഷൻസ് നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ അതും കൂടെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കൂടെ ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ ഫാക്ടറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ട്രേഡ്സ് എക്സിക്യൂഷൻ ലെവലിൽ നമുക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, so that's it for this episode. Thank you.